Good afternoon. Good afternoon, ma'am. Assalamu alaikum. Walaikum assalam rahmatullah. So nice to see you all again. നമ്മൾക്ക് ഇന്ന് ആക്ച്വലി എൻ്റെ ആഡ് പോയിട്ടില്ല. ഇൻഫാക്റ്റ് ആഡല്ല മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നും ഉള്ളത് എല്ലാം നമ്മുടെ കോച്ചിങ് സ്റ്റുഡൻസ് ആണ്. ഐ എം വെരി നൈസ് ടു സീ യു ഓൾ ഹിയർ ഇൻ ദിസ് പ്രോഗ്രാം മൈ ലൈഫ് കോച്ചസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നൊരു നമുക്കൊരു അനൗപചാരികമായ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. നാളെ മുതൽ നമുക്ക് ഒഫീഷ്യൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ആർ യു ഓൾ? നോമ്പുള്ളവർ എത്ര പേരുണ്ട്? കേരളത്തിൽ നാളെയാണ്. ഓ, ദാറ്റ്സ് നൈസ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോമ്പില്ലാത്തവരാണ്, പക്ഷേ ഇവിടെ അല്ല, ഉള്ളവർക്ക് നോമ്പുണ്ട്. ഞങ്ങൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നൈസ്. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് നോമ്പാണ്, അടിപൊളിയാണ്. രാവിലെ മുതൽ പിന്നെ സൈറ നോമ്പുണ്ടല്ലേ? ഒന്ന് ഫേസ് ഒക്കെ കാണിക്കൂ നോമ്പൊക്കെ ഉള്ളവര്. ക്ഷീണമാണോ? ക്ഷീണിച്ചിട്ടാണോ? ക്ഷീണിച്ചിട്ടാണോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നോമ്പിൻ്റെ റംസാൻ പ്രോഗ്രാമാണ്. പക്ഷേ ഇതിനകത്തുള്ളവരെല്ലാവരും നമ്മുടെ ലൈഫ് കോച്ചുമാരാണ്. സോ ബാക്കിയുള്ളവർ വരിക. ഹായ് ജീന, സന്തോഷം. ഹായ് മാം. ആണ്. ഓക്കെ. എൻ്റെ ഫസ്റ്റ് ടൈമിൽ ഈ സെഷൻ, അതായത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? G10 സബൂറ. ഹു ഈസ് ദാറ്റ്? ആരെന്ന് പറയാമോ? ഒന്ന് പറയാമോ? അത് ഞാൻ ലിങ്ക് കൊടുത്തതായിരുന്നു ലിസി മാം. യെസ്, നോ പ്രോബ്ലം. അപ്പൊ സംസാരിക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രശ്നം. അറിയണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. ഇതൊരു 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ട്, റിലിജിയൻ ഉണ്ട്, സംതിങ് സൈക്കോളജി ഉണ്ട്, പോസിറ്റീവ് സൈക്കോളജി ഉണ്ട്, ന്യൂറോ സയൻസ് ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. ഇതിൽ പങ്കെടുത്ത് ഇനിയിപ്പോൾ എനിക്ക് നാളെ ഇതെല്ലാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം ഇത് എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് പോകേണ്ടത്. സംതിങ് ഇതിപ്പോൾ ഒരു ഇൻഫാക്റ്റ് ഒരു ഫ്രീ പ്രോഗ്രാം പോലെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് 7 സീക്രട്ട് സ്റ്റേറ്റ്സ് വിത്തിൻ അവർ സെൽസ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള 7 സീക്രട്ട് ആയിട്ടുള്ള പില്ലേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെ അവേക്കൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നൂർ വിത്തിൻ. മാം, ഇതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യണോ അതോ മാം ഇതിന്റെ റെക്കോർഡിംഗ് തരുമോ? ഞാൻ റെക്കോർഡിംഗ് അവൈലബിൾ ആക്കാം. പക്ഷെ റെക്കോർഡിംഗ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കാരണം റെക്കോർഡിംഗ് നോട്ട് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അത് നോട്ടിൽ നമ്മൾ പോയിന്റ്സ് അല്ലേ നോട്ട് ചെയ്യുള്ളൂ. പക്ഷെ മാം കുറെ കാര്യങ്ങൾ പറയും ക്ലാസ്സിൽ. അത് റെക്കോർഡിംഗ് കിട്ടിയാലേ അത് എഫക്റ്റീവ് ആവുള്ളൂ. റെക്കോർഡിംഗ് ഞാൻ അവൈലബിൾ ആക്കാം, പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടില്ല എങ്കിൽ പരാതി പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പരാതി പറയരുത്. ഓക്കെ, ഞാൻ അവൈലബിൾ ആക്കാം. അതൊക്കെ ബ്ലെയിമിംഗ് ഒക്കെ നിർത്തി. താങ്ക് യു സോ മച്ച്. ഞാൻ അവൈലബിൾ ആക്കും, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ വിഷമിക്കരുത്. ഈ ഒരു പ്രോഗ്രാം ഒരു പ്രത്യേക മാനസിക അവസ്ഥ കൊണ്ട് അറ്റൻഡ് ചെയ്യേണ്ടുന്ന ഒരു പ്രോഗ്രാമാണ്. കംപ്ലീറ്റ് ഡെഡിക്കേഷൻ വേണം. ഇപ്പം നോമ്പിലായിരിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. വി നീഡ് ടു പ്രിപ്പയർ അവർ സെൽസ്. ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു റംസാൻ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ, സോഷ്യൽ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ വേയിൽ നിങ്ങൾ എടുക്കരുത്. ഇതൊരു ഇവോൾവ്മെൻറ്റിൻ്റെയും സബ്മിഷൻ്റെയും ഡെഡിക്കേഷൻ്റെയും ഒക്കെ ഒരു മൈൻഡിൽ നിന്നുകൊണ്ട് ഇതിനെ കാണണം. കുറച്ചുകൂടെ ഹയർ ലെവലിൽ നിന്നുകൊണ്ട് ഇത് കാണണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ 7 ഞാൻ പറഞ്ഞു 7 സ്റ്റെപ്സാണ് ഈ ഒരു പ്രോഗ്രാമിന് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു പ്രിപ്പറേഷനും ഇൻറ്റൻഷനുമാണ്. ഇൻറ്റൻഷൻ എന്നാൽ നിയത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നോമ്പിന് നമ്മൾ നിയത്ത് ചെയ്യുന്ന പോലെ ഈ ഒരു 30 ദിവസം ഒരു നിയത്ത് ആവശ്യമാണ്. കാരണം ആ നിയ്യത്തിൽ പ്രകാരം പോകാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഈ നോമ്പ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുക. റംസാൻ ഈസ് നോട്ട് അബൌട്ട് ക്വിറ്റിംഗ് ഫുഡ് ഓർ അവോയ്ഡിങ് ഫുഡ്, ഡ്രിങ്ക് ഓർ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല. റംസാൻ എന്ന് പറഞ്ഞാൽ സംതിങ് എബോവ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഈവൻ നമ്മുടെ തോട്ട്സ്,
നമ്മൾ ഒരു ഒരു സെക്കൻഡ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ പോലും നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോയാൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് പ്രയോജനമില്ലാതാകും. അപ്പോൾ ആ രീതിയിലേക്ക് 100% സമർപ്പിച്ച് നിങ്ങൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താഴ്മയായ ഒരു അപേക്ഷയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റായിട്ട് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ അതും നല്ലത്. കാരണം നിങ്ങളിവിടെ ഇരിക്കുന്ന കോച്ചുമാർക്ക് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് ലെയറാണ് ഞാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ നമ്മളൊരു അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ, അങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾ അതിൻ്റെ വഴിയിലേക്ക് നടത്താൻ കഴിയുകയാണെങ്കിൽ നമുക്കും കൂടെ അതിൻ്റെ പുണ്യം ഉണ്ടാവും. അപ്പോൾ പുണ്യം ഉണ്ടാകുമെന്ന് വെച്ചാൽ, ഞാൻ ഈ സാധാരണ പുണ്യമെല്ലാം എനിക്ക് കിട്ടട്ടെ ആ ഒരു മൈൻഡിലല്ല, അവർ നന്നാകട്ടെ ആ ഒരു മൈൻഡിലാണ്. അവരുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകട്ടെ, അവരുടെ ലൈഫിൽ ഒരു റിയൽ ജീവിതത്തെ മീനിങ് ആയിട്ട് അറിയട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് മാക്സിമം നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ ഈ 7 ദിവസം ഈ ഒരു മാസം സംസാരിക്കുന്നത്? ഈ 7 സ്റ്റേറ്റ്സ്, സീക്രട്ട് സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇൻറ്റൻഷനാണ്. അത് 29 ദിവസങ്ങളിലായിട്ടായിരിക്കുന്നതിനും വളരെ ഡീറ്റെയിൽ ആയിരിക്കും. പ്യുവർ ഇൻറ്റൻഷൻ, നിയത്ത് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ലിവിങ് എന്നാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഡിഫൈൻ ചെയ്തൊരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ, ഖുർആൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഇപ്പം പടച്ചോനെ വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സിൻസിയർ ആയിട്ടൊരു വർഷിപ്പ് ഉണ്ടാകണം. ആ സിൻസിയർ വർഷിപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? ഒരു സിൻസിയറിറ്റി ഉണ്ടോ? ഇഖ്ലാസ് എന്നാണ് നമ്മൾ ഇഖ്ലാസ് എന്നാണ് നമുക്ക് പറയുന്നത്. നിന്റെ പ്രവൃത്തിയിലേക്കല്ല, നിന്റെ ഹൃദയത്തിലേക്കാണ്. പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ. റംസാൻ അല്ലെങ്കിൽ നോമ്പ്, ഓൾവേസ് ഈവൻ ഫാസ്റ്റിംഗ് ഈസ് അക്സെപ്റ്റഡ് ബേസ്ഡ് ഓൺ സിൻസിയറിറ്റി. നമ്മളൊരു എത്രമാത്രം സിൻസിയർ ആയിട്ടാണ് നമ്മൾ ആ ഫാസ്റ്റിംഗ് എടുക്കുന്നത്, അതാണ് നോക്കുന്നത്. എത്രമാത്രം സിൻസിയറിറ്റി അതിനകത്തുണ്ട്. എല്ലാവരും നോമ്പ് പിടിക്കുന്നതുകൊണ്ടാണോ ഞാൻ നോമ്പ് പിടിക്കുന്നത്? സ്പിരിച്വൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത്, നിയത്ത് എന്ന് പറയുന്നത്, നിയത്ത് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഡിറ്റർമിൻസ് സ്പിരിച്വൽ വെയിറ്റ്. നമ്മുടെ സ്പിരിച്വൽ വെയിറ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ഇൻറ്റൻഷൻ അഥവാ നിയത്ത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. രണ്ടാമത് ഫൊർഗീവ്നെസ് ആണ്. ഇമോഷണൽ ഡീടോക്സ്, മഗ്ഫിറത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഖുറാനിൽ നമ്മൾ പറയും, നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മളോട് അള്ളാഹു കൂടുതൽ ക്ഷമിക്കുമെന്നാണ്. നമ്മൾ സഹജീവികളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് പടച്ചവനോട് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത്? എങ്ങനെയാണ് പടച്ചവൻ നിങ്ങൾക്ക് ക്ഷമ തരുന്നത്? അപ്പോൾ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഫൊർഗീവ്നെസ് അല്ല. സൂറത്തുൽ നൂറിൽ 22 അധ്യായം 24-22 പറയുന്നുണ്ട്, ഫൊർഗീവ്നെസ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു റിസീവിങ് ഡിവൈൻ ഫൊർഗീവ്നെസ്. നമ്മൾ ഫൊർഗീവ് ചെയ്യണമെങ്കിൽ ഡിവൈൻ ഫൊർഗീവ്നെസ് നേരിട്ട് നമുക്ക് തരുന്നൊരു കാര്യമാണ്. ഡിവൈൻ നേരിട്ട് നമുക്കുള്ള ഫൊർഗീവ്നെസ് തരും. നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്തപ്പെടും, അല്ലെങ്കിൽ നമ്മൾക്ക് മാപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഫൊർഗീവ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ക്ഷമിക്കൂല, മറ്റുള്ളവർ ക്ഷമിച്ചോ, ഞാൻ ക്ഷമിക്കില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ, പടച്ചോൻ എന്നോട് ക്ഷമിക്കണം. നോ, അത് ശരിയല്ല. ഇത് ഈ മാസം മഗ്ഫിറത്തിൻ്റെ മാസം എന്നാണ് പറയുന്നത്. അതായത് ഫൊർഗീവ്നെസ്സിൻ്റെ മാസം. മാക്സിമം നമുക്കത് യൂട്ടിലൈസ് ചെയ്യണം. അതായത് നമ്മൾ ഇന്ന് നമ്മൾ ഡേ 1 അല്ലെങ്കിൽ നാളെ മുതൽ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ തന്നെ 29ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾ എത്ര ലൈറ്റർ ആകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായി, ശുദ്ധീകരിക്കപ്പെട്ട ശരീരവും ആത്മാവുമായിട്ട് നമ്മൾ ഏറ്റവും ലൈറ്ററായിട്ട് മാറും. അതാണ് രണ്ടാമത്തെ സീക്രട്ട് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, സീക്രട്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് റഹ്മത്ത് അഥവാ അൺകണ്ടീഷണൽ ലവ്. നമ്മുടെ ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യുക. പടച്ചോൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യമാണ്, അള്ളാഹു വളരെ മേഴ്സിഫുൾ ആണ്. അർ റഹീം, അർ റഹ്മാൻ, അർ റഹീം.
അള്ളാഹുവിൻ്റെ 98 വചനങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന അവർക്ക് അറിയാമായിരിക്കും. 144 അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. യെസ്, ബിസ്മില്ലാഹിർ റഹ്മാൻ കറക്റ്റ്. അപ്പോൾ ഒരെണ്ണം ഒഴിച്ചു. യെസ്, അപ്പോൾ അത് നിങ്ങൾ അറിയുന്നവർക്ക് അത് അറിയാം. മോസ്റ്റ് മേഴ്സിഫുൾ എന്നാണ് പറയുന്നത്. മൈ മേഴ്സി എൻകംപാസസ് ഓൾ തിങ്സ്, എല്ലാത്തിലും എൻ്റെ മേഴ്സി. പക്ഷെ പറയുന്നത് 1% എന്താ പറയുക, റഹ്മത്ത് മാത്രമേ ഭൂമിയിലേക്ക് മനുഷ്യർക്ക് തിരിഞ്ഞിട്ടുള്ളൂ. അത് തന്നെ ഇത്രയും നമുക്ക് തീർത്താൽ തീരാത്ത, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും തീരാത്തത്ര നമ്മൾക്കുണ്ട്. മൈ മേഴ്സി, പടച്ചോന്റെ മേഴ്സി അത്രയും വലുതാണ്. മേഴ്സി ഇസ് ഡിവൈൻ നാച്ചുറൽ. പടച്ചോന്റെ മേഴ്സി അങ്ങനെയാണ്. നമ്മൾ മേഴ്സി ചെയ്യണമെങ്കിൽ വി റിഫ്ലക്ട് ഡിവൈൻ ആട്രിബ്യൂട്ട്സ്. നമ്മൾ മറ്റുള്ളവരുടെ മേഴ്സിയോടുകൂടി, ദയാലുവോടുകൂടി, സ്നേഹത്തോടുകൂടി പെരുമാറാൻ കഴിഞ്ഞാൽ പടച്ചോന്റെ മേഴ്സി നമ്മളിലേക്ക് കിട്ടും. റഹ്മ എലിവേറ്റ്സ് കോൺഷ്യസ്നെസ് ഫ്രം ഈഗോ ടു കമ്പാഷൻ. അങ്ങനെ നമ്മൾ എന്താ പറയേണ്ടത്, റഹ്മത്ത് അല്ലെങ്കിൽ റഹ്മ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സ്നേഹ അൺകണ്ടീഷണൽ ലവ് നമ്മൾ ചൊരിയുകയാണെങ്കിൽ നമ്മുടെ ഈഗോ എല്ലാം പോവും, കമ്പാഷനിലേക്ക് മാറും. നമ്മൾ ഈഗോ ഇല്ലാത്ത വ്യക്തികളായി മാറും. അവിടെയാണ് സുജൂദൊക്കെ കറക്റ്റ് ആവുന്നത്. നിങ്ങൾ എത്ര തഹജൂദ് നമസ്കരിച്ചാലും, എത്ര ലുഹ നമസ്കരിച്ചാലും, എത്ര തറാവീഹ് നമസ്കരിച്ചാലും ഇത് കറക്റ്റ് അല്ല എങ്കിൽ, ഈ ഹൃദയം ശുദ്ധമാക്കി ആ പ്യുവർ ഇൻറ്റൻഷനിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ അത് പ്രയോജനമില്ലാതാകും. അപ്പോൾ അത് ചെയ്യുന്നത് അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയുന്നത്. മേഴ്സി ഓർ അൺകണ്ടീഷണൽ ലവ്, റഹ്മ. അടുത്തത് നമ്മൾ പറയുന്നത് സെൽഫ് പ്യൂരിഫിക്കേഷൻ, ക്ലെൻസിങ് ദ ഹാർട്ട്. അതായത് ആരാണോ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നത് അവർ വിജയിക്കുമെന്നാണ് പറയുന്നത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ ഷംസ് 99:9. നിങ്ങൾ ആരാണോ നിങ്ങളുടെ ഹൃദയം പ്യൂരിഫൈ ചെയ്യുന്നത് ആ വ്യക്തികൾ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മൾ ശരിക്കും ചില ആൾക്കാർ, എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ചില മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അതായത് എത്രയൊക്കെ നമ്മൾ എത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയാലും, അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ വേറെ ആളുടെ ഭാഗത്തു നിന്നായാലും കിട്ടിയാലും അതിൻ്റെതായ ഒരു വാല്യൂ മനസ്സിലാക്കാതെ, അതിനെ ഒട്ടും വാല്യൂ ചെയ്യാതെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒക്കെ മേടിച്ചെടുത്തിട്ട് പിന്നും നമ്മളിങ്ങനെ പരാതിയും പരിഭവവും കംപ്ലൈൻറ്റും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അവർക്ക് ഒരിക്കലും സക്സസ് അവരിലേക്ക് എത്തത്തില്ല. കാരണം ഹൃദയം പ്യൂരിഫൈ ചെയ്യുന്നില്ല. സൂക്ഷ്മത എന്ന് പറയുന്നത് ഖുർആനിലെ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, സൂക്ഷ്മത. അതെ, അതെ. The day when neither wealth nor children will benefit, expect on who comes to Allah with a sound heart. ഹൃദയം ശുദ്ധീകരിച്ച ഹൃദയം കൊണ്ടല്ലാതെ നമ്മൾ, എസ്പെഷ്യലി നമ്മൾ തഖ്വ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സറണ്ടറിലേക്ക് പോകുമ്പോൾ ആ പ്യൂരിഫൈഡ് ചെയ്തിട്ടുള്ള ഹൃദയവുമായിട്ട് പോയില്ലെങ്കിൽ പ്രയോജനമില്ല. പ്യൂരിഫിക്കേഷൻ ഈസ് സക്സസ് എന്നാണ് പറയുന്നത് ഖുർആനിൽ. സൂറത്തുൽ ശുഹ്റ പറയുന്നുണ്ട്, പ്യൂരിഫിക്കേഷൻ ഈസ് സക്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ ലോകത്തുള്ള, നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് സമ്പത്ത് വേണം, അതുപോലെ നമുക്ക് ബന്ധങ്ങൾ വേണം, നമുക്ക് ഔദ്യോഗികമായ വളർച്ച വേണം, അതുപോലെ ആത്മീയമായ വളർച്ച വേണം, സാമൂഹികമായ അംഗീകാരങ്ങൾ വേണം. ഇതൊക്കെ നമുക്ക് വേണം. ജീവിച്ചിരിക്കുന്നിടത്തോളം ആരോഗ്യം വേണം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം വേണം. ഇതൊക്കെ നമുക്ക്, മക്കളുടെ വളർച്ച, മക്കൾ നന്നായി ഉയരണം, നമുക്കിതെല്ലാം വേണം. അപ്പോൾ ഇത് വേണമെങ്കിൽ അതിലേക്ക് എത്താനുള്ള എളുപ്പവഴി പ്യൂരിഫൈ ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫാസ്റ്റിംഗ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്, നോമ്പ് റംസാൻ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് സെൽഫ് കൺട്രോൾ ആണ്, നമ്മുടെ ക്ലെൻലിനെസ് ആണ്, ആൻഡ് ഡിസിപ്ലിൻഡ് ഈഗോയാണ്. ഡിസിപ്ലിൻഡ് ഈഗോ, അതായത് ഈ ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ ഡിസയറിൽ പോലും നമ്മൾ ക്ലെൻലിനെസ് ഉണ്ടാകണം. അതെന്താണ് ഡിസയറിൽ വരുന്ന ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡിസയർ വേറൊരാൾക്ക് ആകരുത്. വേറൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ വേറൊരാൾക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണ്ട എന്നുള്ളതാണ്. എ പ്യൂരിഫൈഡ് ഹാർട്ട് ഹൃദയം അട്രാക്ട് ബർക്കത്ത്. ദാറ്റ് മീൻസ് അബൻഡൻസ്. പ്യൂരിഫൈഡ് ഹാർട്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ദെൻ അടുത്ത പില്ലർ എന്ന് പറയുന്നത് സൈലൻസ് ആണ്, ഇന്നർ ലിസണിങ്. അത്യാവശ്യം നമ്മൾ എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ 30 ദിവസവും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ ഏറ്റവും മിനിമപ്പെടുത്തുക. വളരെ കുറച്ച് മാത്രം സംസാരിക്കുക. ആ സംസാരിക്കുന്നതെല്ലാം ഞാൻ ഈ സംസാരിക്കുന്നതിൽ ഞാൻ ഇന്നർ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന വേർഡ്സ് ആണോ ഞാൻ സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം വേണം. നിങ്ങൾക്കറിയാം, നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കുറ്റം പറയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഹാം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല. ഒരാളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പോലും പാടില്ല. ആ ചിന്തിക്കുന്നത് പോലും പ്രശ്നമാണ്. അപ്പോൾ നമ്മളുടെ എപ്പോഴും നമ്മൾ മിനിമൽ വേർഡ്സ് യൂസ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യാതിരിക്കുക. ആ പറയുന്ന വാക്കുകൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതാണോ എന്ന് ചിന്തിച്ച് സംസാരിക്കുക. ചിന്തകൾ പോലും സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ഇതിവിടെ സൈലൻസ് എന്ന് പറയുന്ന ഒരു ഇന്നർ ലിസണിങ് ആണ്. സൈലൻസ് അല്ലെങ്കിൽ സ്റ്റിൽനെസ് ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഖുർആൻ പല സ്ഥലത്തും പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പടച്ചവനെ കുറിച്ചുള്ള റിമെമ്പറൻസ്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് സൂപ്പർ കോൺഷ്യസ്, ഹയർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള റിമെമ്പറൻസ്, ഓർമ്മപ്പെടൽ, അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. സൂറത്തുൽ റാഊത്ത് 13:28 അധ്യായം. എപ്പോഴും പറയുന്നതും അതിനു വേണ്ടി തന്നെയല്ലേ ദിക്ർ? യെസ്, കോൺഷ്യസ്. അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാം. അൽഹംദുലില്ലാഹ് പറയാം, അൽഹംദുലില്ലാഹ് എന്ന് മാത്രമേ, അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ. ഫോർഗീവ്നെസ്സിന് ആസ്ക് ചെയ്യുന്നതല്ലേ മാം? യെസ്, അത് തന്നെ ഫോർഗീവ്നെസ് ആണ്, അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷെ നമ്മൾ ഓരോ നിസ്കാരം കഴിഞ്ഞിട്ടും അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് 33 ടൈംസ് പറയാറുണ്ടല്ലോ. അത് ഈ റിമെമ്പറൻസ് ഓഫ് അല്ലാഹ് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. താങ്ക് യു ഫോർ എവരിതിങ്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പറയുന്നത് ഇങ്ങനെ ഉരുവിടലല്ലാതെ ഇത് മനസ്സിൽ തട്ടൂല. യെസ്, നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, പക്ഷെ അത് മീനിങ് ഫുൾ ആയിട്ട് ഹാർട്ടിൽ ടച്ച് ചെയ്ത് പറയണം. നമ്മൾ റംസാനില് 30 ദിവസവും പറയാൻ പറ്റുന്ന ഒന്നാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു, അസ്തഗ്ഫിറുല്ലാഹു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു, അസ്തഗ്ഫിറുല്ലാഹ്, അഊദു ബിക മിനന്നാർ. അതായത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് നമ്മൾ ഫൊർഗീവ്നെസ് ആണ്. അതുപോലെ അസ്അലുക ജന്നത്ത എന്ന് പറയുന്നത് സ്വർഗം എനിക്ക് വേണം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. ഔദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തും. അതൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ 10 എന്ന് പറയുന്നത്, ഫസ്റ്റ് 10 days എന്ന് പറയുന്നത് ടു ആസ്ക് ഫോർ റഹ്മത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചോദിക്കാം, പക്ഷെ ചോദിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാകണം. ദാറ്റ് മീൻസ് പ്യൂരിഫിക്കേഷൻ. ഫോർഗീവ് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. നമ്മൾ ആ ഫെയ്ത്ത് ഉണ്ടാകണം ഫസ്റ്റ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അർഹംനി യാ അർഹമുർ റാഹിമീൻ എന്ന ആദ്യത്തെ 10 നമ്മൾ എപ്പോഴും പറയണമെന്ന് പറയുന്നത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമുർ റാഹിമീൻ, ഫസ്റ്റ് ആദ്യത്തെ 10 ദിവസങ്ങളിൽ. അപ്പൊ ഇവിടെ സ്റ്റിൽനെസ്, ഈ സൈലൻസ് എന്നൊക്കെ പറയുന്നത്, അതായത് ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പടച്ചവനെ കൂടുതൽ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ക്വയറ്റ് ആവും, കാമാകും. സൈലൻസ് ഇരിക്കുമ്പോൾ ഇന്റേണലി നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഫാസ്റ്റിംഗ് ഫ്രം സ്പീച്ച്, സംസാരത്തിൽ ഫാസ്റ്റിംഗ് വേണം. ഫാസ്റ്റിംഗ് ഫ്രം ഗോസിപ്സ് ആൻഡ് നോയ്സ് ക്രിയേറ്റ് സ്പിരിച്വൽ ക്ലാരിറ്റി. അതായത് സ്പിരിച്വൽ ക്ലാരിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണമെന്നാണ് പറയുന്നത്. സൈലൻസ് പ്രിപ്പയർ ഹാർട്ട് ടു റിസീവ് ഗൈഡൻസ്. നമുക്ക് ഗൈഡൻസ് കിട്ടാൻ സൈലൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് സൈലൻസിൻ്റെ ഒരു പ്രത്യേകത. ഈ സൈലൻസ് എന്ന് പറയുന്നത്, സൈലൻസിൽ നമുക്ക്
നമ്മളുടെ ചിന്തകൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ചിന്തകളെ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് ചിന്തകളെന്ന് പറയുന്നത് അപ്പം ഞാൻ ഓരോ ഏരിയയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകും. പക്ഷേ ഞാൻ ഈ ചിന്തകളെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ആദ്യം തന്നെ ചിന്തകളിലേക്ക് നമ്മളൊരു സ്റ്റോപ്പ് കൊടുക്കണം. നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൽപ്പതാരു എന്ന് പറയുന്ന ഒരു സാധനം. കൽപ്പതാരു അല്ലേ? കൽപ്പതാരു കേട്ടിട്ടുണ്ടോ? ആർക്ക്? കൽപ്പവൃക്ഷ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. യെസ്. കൽപ്പവൃക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ഒരു കൽപ്പവൃക്ഷം ആണ് എന്നാണ് പറയുന്നത്. ചിന്തകൾ, അതായത് ആ ഒരു സ്റ്റോറി ഉണ്ട്, എൻ്റെ പിന്നിലൊരു സ്റ്റോറി പറയാം. ഒരു മനുഷ്യൻ, ഒരു ട്രാവലർ നടന്ന് തളർന്ന് അദ്ദേഹം ഒരു ഡെസേർട്ടിലൂടെ നടന്ന് വെള്ളം കുടിക്കാൻ ഇല്ലാതെ ദാഹിച്ച് വിശന്ന് വലഞ്ഞ് നടന്ന്, പല രീതിയിലും പറയുന്നുണ്ട് ഈ സ്റ്റോറി. എക്സോസ്റ്റഡ് ആയി, ഭയങ്കര ഫ്രസ്ട്രേഷൻ, സങ്കടം, വിശപ്പ്, ദാഹം ക്ലാപ്സ് ആയിട്ട് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു കുറച്ച് തണൽ കിട്ടി അതിന്റെ ചുവട്ടിൽ വന്ന് തളർന്നിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചാരി കിടന്നുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചു, അതായത് എനിക്ക് കുറച്ച് തണുത്ത വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ആ മരത്തിൽ ചാരി ഇരുന്നുകൊണ്ട് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് അറിയത്തില്ല അതൊരു കൽപ്പവൃക്ഷമാണെന്ന് അറിയുന്നില്ല. അദ്ദേഹം ചാരി ഇരുന്ന ഒരു കൽപ്പവൃക്ഷത്തിലാണ്. ദാറ്റ് മീൻസ് എ വിഷ് ഫുൾഫില്ലിംഗ് ട്രീ എന്നാണ് പറയുന്നത് കൽപ്പവൃക്ഷം. കൽപ്പതാരു എന്ന് പറയാറുണ്ട്. വിഷ് ഫുൾഫില്ലിംഗ് ട്രീ എന്നാണ് ആ വൃക്ഷത്തെ കുറിച്ച് പറയാറ്. അദ്ദേഹം ആ മരത്തിൽ ചാരി ഇരുന്നിട്ട് ചിന്തിച്ചു, എനിക്ക് കുറച്ച് തണുത്ത വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. പെട്ടെന്ന് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം അത് കുടിച്ചു. റിലാക്സ്ഡ് ആയി, റിലീവ്ഡ് ആയി, ഭയങ്കര ആശ്വാസം തോന്നി. പിന്നെ വീണ്ടും അദ്ദേഹം ആലോചിച്ചു, കുറച്ച് നല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ. അടുത്ത വിശപ്പാണ്, ദാഹം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിശപ്പാണല്ലോ. പെട്ടെന്ന് ഭക്ഷണം വന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചു. പിന്നെ അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ഭക്ഷണം കിട്ടി, കൈയും കാലമൊക്കെ നല്ല പെയിനുണ്ട്, ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് നേരം ഒന്ന് കിടക്കാമായിരുന്നു. ഉറപ്പായിട്ടും അതും വന്നു. അദ്ദേഹം അതിശയിച്ചു പോയി. കൊള്ളാലോ, ബെഡ് വന്നു. അപ്പോൾ സന്ധ്യ സമയമായിരുന്നു, രാത്രിയായ ആ സമയം അദ്ദേഹം ബെഡിലേക്ക് കയറി ഇങ്ങനെ ആകാശത്ത് നോക്കി കിടക്കുകയാണ്. അപ്പൊ അയാൾ വിചാരിക്കുകയാണ്, ഇത് ഇവിടെ വേറെ ആരുമില്ല, മരുഭൂമിയാണ്, ഒറ്റപ്പെട്ട ചില വൃക്ഷങ്ങൾ ദൂരെയുണ്ട്, ഒരു കാട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി വല്ല വന്യമൃഗങ്ങളും വന്ന് എന്നെ കൊന്നു കളയുമോ എന്നും എനിക്കറിയില്ല. ഈ ചിന്ത വന്നതേ ഉള്ളൂ. അത് തന്നെ സംഭവിച്ചു. കൽപ്പവൃക്ഷ എന്ന് പറയുന്നത് വിഷ് ഫുൾഫില്ലിംഗ് ട്രീ എന്ന് പറഞ്ഞു. എന്താണോ ആ മനുഷ്യൻ ചിന്തിച്ചത് അത് അയാളുടെ ലൈഫിലേക്ക് വന്നു. സോ ബി ഇറ്റ്, അല്ലെങ്കിൽ തഥാസ്തു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, പ്രപഞ്ചം അങ്ങനെ ആകട്ടെ എന്ന് പറയും എന്നാണ് പറയുന്നത്. അതിനാണ് സോ ബി ഇറ്റ് അല്ലെങ്കിൽ തഥാസ്തു എന്ന് പറയുന്നത്. ഈ ട്രീ ഒരു മാജിക്കലായിട്ട് ഉള്ള ഒരു ട്രീ അല്ല ആക്ച്വലി. ഇത് പറയുന്നത്, ട്രീ ഒരു ന്യൂട്രൽ ട്രീ ആണ്, പക്ഷെ ഇത് പറയുന്നത് ആക്ച്വലി അതെന്ന് പറയുന്നത് നമ്മുടെ തോട്ടിന്റെ പവറിനെ കുറിച്ചാണ് പറയുന്നത്, ചിന്തകളുടെ പവറിനെ കുറിച്ച്. ഇവിടെ നീയത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇങ്ങനെ ചിന്തിക്കുക, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന, ഹൃദയം എന്ന് പറയുന്ന ഒരു കൽപ്പവൃക്ഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കൽപ്പവൃക്ഷമാണ്. അതായത് നമുക്ക് എന്ത് വേണോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തന്നിട്ടാണ് തമ്പുരാൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. നമ്മുടെ ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ ലൈഫ് എക്സ്പാൻഡ് ആവും. തോട്ട്സ് പ്യുവർ ആണെങ്കിൽ അത് നമ്മുടെ ലൈഫിലേക്ക് വരും. ഇനി ഫിയർ ആണ്, ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് തലത്തിൽ നമ്മൾ കൽപ്പവൃക്ഷയിൽ കണ്ടു. ഫിയറും വന്നു, ഗുഡ് തോട്ട്സും വന്നു. ഫിയർ വന്നപ്പോൾ കണ്ടില്ലേ, ഒരു ഫിയർ വന്നാൽ ഫിയർ മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. മൾട്ടിപ്ലൈ ഫിയർ അത് നമ്മളെ കൊളാപ്സ് ചെയ്യിപ്പിക്കും. നമ്മുടെ സർവൈവൽ മോഡിലേക്ക് പോകുമല്ലോ ചില സമയങ്ങളിൽ. അതെ അതെ. അപ്പൊ അതെങ്ങനെ പോകാതിരിക്കുന്നുള്ളതാണ് വിഷയം. അത് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച്
ഹാംഫുള്ളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹാംഫുള്ളായിട്ട് ചിന്തിക്കുന്നത് സംഭവിക്കും. കാരണം നമ്മൾ സംസാരിക്കുന്ന റംസാൻ, അല്ലെ നമ്മുടെ ചിന്ത നടക്കുന്ന ഈ റംസാനിലാണ് ഉള്ളത്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ തോട്ട്സിനെ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. ഏതെങ്കിലും മോശം ചിന്തകൾ വന്നാൽ അപ്പോഴേ നമ്മൾ ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് നമ്മൾ മനസ്സിലായി ഐ എം സോറി അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ഫൊർഗീവ്നെസ് ചെയ്യണം ആരെക്കുറിച്ചെങ്കിലും. ഇനി മറിച്ച് നമ്മൾ ഒരാളെക്കുറിച്ച് ഒരു നന്മ ചിന്തിച്ച് നോക്കൂ, ഉറപ്പായിട്ടും എൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പം തോട്ട്സിലും എപ്പോഴും ശ്രദ്ധിക്കണം അത്. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തോട്ട്സ് അവെയർ ആകത്തില്ല, പലപ്പോഴും അവെയർ ആകത്തില്ല, പല ചിന്തകൾ വരും. അപ്പോൾ മോശം നെഗറ്റീവായിട്ട് തോട്ട്സ് വന്നാലും സോ ബി ഇറ്റ്, തഥാസ്തു. ഏറ്റവും പ്രശ്നം വേറൊരാളെ ഹാം ചെയ്യുന്ന തോട്ട്സ് നമ്മളുടെ ഉള്ളിൽ നിന്നും വരരുത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയും കേട്ടോ. അതിന് പ്രെയർ ആണ്. പറയാറുണ്ടല്ലേ ഈ റംസാനിൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും, നരകം വാതിലുകൾ അടയ്ക്കപ്പെടും. അത് ആക്ച്വലി തോട്ട് ബേസ്ഡ് ആണ് അങ്ങനെ നോക്കുമ്പോ അല്ലേ? അതെ, തോട്ട് ബേസ്ഡ് നമ്മളാണ് അത് ചെയ്യണത്. നമ്മളാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കും സ്വർഗം തുറന്നു കിടക്കുന്നു. നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ പറയില്ലേ, പിശാചുക്കൾ വരില്ല. കാരണം നമ്മൾ നല്ല ചിന്തയാണെങ്കിൽ നമ്മുടെ എനർജി എലിവേറ്റ് ചെയ്യും. പിന്നെ എവിടെയാണ് അവർക്ക് വന്ന് ടച്ച് ചെയ്യാൻ പറ്റുക? നമ്മുടെ എനർജി. കറക്റ്റ് ആൻസർ അതിന്റെ. അതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ തന്നെയാണ്. വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ലൈഫ്. വി ആർ. നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ. അവിടെ ഒരു സൂക്ഷ്മത, അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ മന്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രെയർ ആണേ, ദുആ, സറണ്ടർ ആൻഡ് അലൈൻമെന്റ്. ആ രീതിയിലാണ് നമ്മുടെ പ്രെയർ. ഞാൻ ആ പറയുന്ന പ്രെയർ സെഷൻ എങ്ങനെ പ്രെയർ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ആ പ്രെയറിന് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള പ്രെയർ ആയിരിക്കും പഠിപ്പിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഖുറാന്റെ പെർസ്പെക്റ്റീവില് പ്രെയർ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് പ്രെയർ ഫോർ മൈ റിമംബറൻസ് എന്നാണ് പടച്ചോ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ താഹ 20-ാമത്തെ അധ്യായത്തില് എന്നെക്കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ഓർമ്മ, റിമംബറൻസ്. അതാണ് മെമ്മറി എന്ന് പറഞ്ഞാൽ റിമംബറൻസ്. റിമംബറൻസ് വെച്ചാൽ എന്നെക്കുറിച്ചുള്ള ബോധ്യം. കോൾ അപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് ടു യു എന്ന് പറയാറുണ്ട്. എന്നെ വിളിക്കൂ, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഖുർആനിൽ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രെയർ എന്ന് പറയുന്നത് ഒരു റിമംബറൻസ് ആണ്. ദിക്ർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ദിക്ർ ചെയ്യണം. വെറുതെ ദിക്ർ ചെയ്ത് പോകരുത്. അറിഞ്ഞുകൊണ്ട് സൂക്ഷ്മമായിട്ട് ഫോക്കസ് ചെയ്ത് സറണ്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ദുആ ആണെങ്കിലാണ്, അവിടെയാണ് ആ സറണ്ടർ ആൻഡ് യഥാർത്ഥത്തിൽ ദുആ അല്ലെങ്കിൽ പ്രെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സറണ്ടർ ആൻഡ് അലൈൻമെന്റ് ആണ്. പ്രോപ്പർ അലൈൻമെന്റിലേക്ക് വന്ന് സറണ്ടറായി അലൈൻമെന്റിലേക്ക് വന്നിട്ടുള്ള പ്രെയർ ആണ് പറയുന്നത്. റിമംബറൻസ് റീകണക്ട് ദ ഹാർട്ട് ഇൻ ടു ദ സോഴ്സ്. നമ്മൾ ആ ഓർമ്മ അല്ലെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയും, അല്ലെങ്കിൽ ഓർത്തെടുക്കുക, അല്ലെങ്കിൽ ആ ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ നമ്മുടെ ഹൃദയത്തിലൂടെ സോഴ്സിനെ കണക്ട് ചെയ്യും. ഹാർട്ടിലൂടെ മാത്രമേ സോഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹൃദയം വിശാലമാക്കിയാൽ മാത്രമേ സോഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ പറയില്ലേ, നോർമലി നമ്മൾ പറയുന്ന ചില കാര്യമുണ്ട്. അതായത് വയറിലൂടെ പുരുഷന്റെ ഹൃദയത്തിലേക്ക് എത്താമെന്ന് പറയും. നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് കൊടുത്താൽ പുരുഷൻ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സ്നേഹിക്കും എന്ന് പറയുന്ന പോലെ സോഴ്സിൽ എത്തണമെങ്കിൽ ഹൃദയത്തിലൂടെ മാത്രമേ. ഹൃദയത്തിലൂടെ പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? പ്യൂരിഫിക്കേഷൻ, ഫൊർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്. ഇത് മൂന്നും ഇല്ലാതെ നമുക്ക് സോഴ്സിൽ എത്താൻ പറ്റില്ല. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? സോഴ്സ് എന്ന് പറഞ്ഞാല് ഹയർ സെൽഫ് ഓർ ക്രിയേറ്റർ. അതെ, അൾട്ടിമേറ്റ് എനർജി, ഹയർ സെൽഫ്, ക്രിയേറ്റർ. ഓക്കെ അല്ലേ ഈ പറയുന്ന കാര്യം? യെസ്, അതിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ പ്രെയറിന് നമുക്ക് പ്രെയർ ചെയ്യേണ്ടുന്നതിനൊരു രീതിയുണ്ട്. പ്രെയർ അലൈൻ ദ ഹ്യൂമൻ വിൽ വിത്ത് ഡിവൈൻ വിൽ. പ്രാർത്ഥന ഹ്യൂമൻ വില്ലും ഡിവൈൻ വില്ലുമായിട്ടുള്ള അലൈൻമെന്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥന നമ്മളെ സർവൈവൽ മോഡിൽ നിന്നും
മുകളിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നത്. കാരണം സർവൈവൽ മോഡിൽ നമുക്ക് തനിച്ച് മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും ആ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാർ ഷെയിമിലും, ഇപ്പം നമ്മൾ പറയും ഏറ്റവും താഴത്തെ നെഗറ്റീവ് ഇമോഷൻസിൽ ഷെയിമിലും ഫിയറിലും ആങ്കറിലും ഗ്രഡ്ജിലും ഒക്കെ കിടക്കുന്നവർക്ക് തനിച്ചു പോകാൻ പറ്റില്ല. നമ്മുടെ പ്രെയറിലൂടെ നമ്മുടെ വിൽ പവർ ഉയർത്തണമെങ്കിൽ ഡിവൈൻ വില്ലിൻ്റെ സഹായം വേണം. അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ഈഗോ കുറയ്ക്കാനും നമ്മുടെ ഹാർട്ട് സ്റ്റെബിലൈസ് ചെയ്യാനും പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ ഒരിക്കലും സാധാരണ പറയുന്ന പ്രാർത്ഥനകൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും വരിക. ഓഫ് കോഴ്സ് ശുക്ർ, ഗ്രാറ്റിറ്റ്യൂഡ്, എക്സ്പാൻഡിങ് ബർക്കത്ത്, ഗ്രാറ്റിറ്റ്യൂഡ്, അബൻഡൻസ് നമ്മളിലേക്ക് വരിക. ഗ്രാറ്റിറ്റ്യൂഡ്, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഷ്വർലി ഇൻക്രീസ് യു എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. സൂറത്തുൽ ഇബ്രാഹിം 14:7. നിങ്ങൾ എത്രത്തോളം നന്ദി എൻ്റെ നേരെ കാണിക്കുന്നു അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരുമെന്നാണ് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ മാത്രമല്ല, ഇറ്റ്സ് എ റെക്കഗ്നേഷൻ ഓഫ് ഡിവൈൻ ഫേവർ. ഒരു ഡിവൈനിറ്റിയുടെ ഫേവർ കിട്ടാൻ ഉള്ള ഒരു റെക്കഗ്നേഷനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ബർക്കത്ത് ഓർ അബൻഡൻസ്. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ലീഡ്സ് ടു കോൺട്രാക്ഷൻ. അതായത് നമ്മളെ ചുരുക്കി കളയും, അല്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര കഷ്ടമാണ്. എനിക്ക് ഈ ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാനേ സത്യം പറഞ്ഞാൽ പറ്റത്തില്ല. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കും എത്ര ചില വ്യക്തികൾ അവരെന്താണ് അത് മനസ്സിലാക്കാത്തത്. ഈ ഒരു ക്വാളിറ്റി ബാക്കിയുള്ള എല്ലാ ക്വാളിറ്റിയും നമ്മളിലേക്ക് കൊണ്ടുവരും. ഈ ഒരു ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് ആഴത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. സ്നേഹിക്കാൻ സഹായിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഹാർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണം, ഇല്ലെങ്കിൽ ഹാർട്ട് ഓപ്പൺ ആകത്തില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടിയാലല്ലേ നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സംഭവിക്കുന്നത് നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അത് റിയലൈസ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണല്ലോ നന്ദി പ്രകാശിപ്പിക്കാത്തൊരു മനസ്സുണ്ടാവുന്നത്. നമുക്ക് എല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിലോട്ട് നോക്കില്ല. എന്താണ് നമുക്കില്ലാത്തത്? ശരിക്കും പറഞ്ഞാൽ ഖുർആനിലെ ഒരു വചനത്തില് ഞാനിങ്ങനെ ഇതില് ഞാൻ എപ്പോഴോ വായിച്ചൊരു ഓർമ്മയാണ്. നിങ്ങളുടെ ഒരു കണ്ണ് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഈ ജന്മം മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ തീരില്ല എന്നാണ്. 5 സെൻസ് നമുക്കില്ലേ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ബാക്കി ക്രിയേറ്റ് ചെയ്യേണ്ട ക്രിയേറ്റർ നമ്മളല്ലേ. പടച്ചവനാണോ വന്ന് സമ്പത്ത് ഉണ്ടാക്കി തരേണ്ടത്? പടച്ചവനാണോ, തമ്പുരാനാണോ വന്ന് പിന്നെ സ്നേഹം, നല്ല ബന്ധങ്ങൾ തരേണ്ടത്? അത് നമ്മളുടെ കൈകളിലല്ലേ. നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടല്ലേ നമ്മളെ അയച്ചിട്ടുള്ളത്. ഒരു കണ്ണിൻ്റെ നമുക്ക് എന്താണില്ലാത്ത? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഈ ജന്മം തീരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 കണ്ണുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, അനുഭവിക്കാൻ പറ്റുന്നില്ലേ? ഇതിലപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? ഈയിടയ്ക്ക് ഞാൻ ഒരു സർജറി കഴിഞ്ഞപ്പോൾ, വായിലൊരു സർജറി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് പോയ ആളെ ഞാൻ കണ്ടു. അപ്പോഴാണ് നമ്മൾ ടേസ്റ്റ് എന്നുള്ളൊരു ഫാക്കൽറ്റി നമുക്ക് എന്തുമാത്രം വലിയ അനുഗ്രഹം മനസ്സിലാകുന്നത്. കാരണം ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുന്നത് വെറുതെ കുഴച്ചിട്ട് പഴമിട്ട് കുഴച്ചിട്ട് ചോറ് കഴിക്കുന്നത് ഒന്നും അറിയില്ല. അതാണ് ഈ ഇരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് അത് എത്രമാത്രം വാല്യുബിൾ ആയിരുന്നു നമ്മൾ തിരിച്ചറിയുക. ദൈവം വല്ലാത്ത കരുണയുള്ള ആളാണ്. ദൈവം വലിയ കരുണയുള്ള ആളാണ്. അപ്പം ഒരേ സ്വഭാവമുള്ള 2 പേര് ഒരേ രീതിയിൽ, കാരണം അവര് ജീവിതത്തിൽ വലിയ നന്മകളൊന്നും ചെയ്യാത്ത 2 വ്യക്തികൾ ഒരുമിച്ച് മരിച്ച് ഒരു പരലോകത്തെത്തും. എത്തിയ സമയത്ത് അപ്പം പടച്ചവൻ പറഞ്ഞു അത്രേ, ഒരുത്തനോട് പറഞ്ഞു, നീ ഒരിക്കൽ പോലും ഒരു നന്മ പോലും ചെയ്തിട്ടില്ല, അപ്പൊ നീ നിനക്കൊരിക്കലും ഇവിടെ നിന്ന് നീ നേരെ നരകത്തിലാണ് പോകേണ്ടത്, നീ നരകത്തിന്റെ അവകാശിയാണ് എന്ന് പറയും. മെറ്റഫറാണ് അത്. നമ്മൾ എടുക്കേണ്ടുന്നത് അതിൻ്റെ ഒരു ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു പെർസെപ്ഷനിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ ഉടനെ ആദ്യത്തെ ആള് വളരെ സ്പീഡിൽ നരകത്തിലേക്ക് ഓടി. അപ്പം ചോദിച്ചു, നീ എന്തിനാണ് നീ സ്വർഗത്തിലല്ലല്ലോ പോകുന്നത്, എന്തിനാണ് ഇത്രയും സ്പീഡിൽ ഓടുന്നത്?
അപ്പോൾ പറഞ്ഞു ഞാൻ മരിച്ച്. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇതാണ്: ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും നന്ദി പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും ഞാൻ നമസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് എന്നോട് പറഞ്ഞ ഒരു കാര്യവും ഞാൻ കൃത്യമായി ചെയ്തിട്ടില്ല. ഇതെങ്കിലും, ഈ പറഞ്ഞതെങ്കിലും ഞാൻ പെട്ടെന്ന് അനുസരിക്കട്ടെ, ഈ പറഞ്ഞതെങ്കിലും ഞാൻ വേഗം ചെയ്തോട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓടി നരകത്തിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞ ഇതാണ്: ഇത് നീ ചെയ്തല്ലോ, ഇത് നീ ചെയ്തത് തീർച്ചയായിട്ടും നീ ഒരു കാര്യം ചെയ്യുക, നീ നരകത്തിലേക്ക് പോകണ്ട, സ്വർഗത്തിലേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവം അത്രയും കാരുണ്യമുള്ള ആളാണെന്ന്, കരുണയുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അടുത്ത ആള് ഇത് കേട്ടിട്ട് തിരിഞ്ഞു നോക്കി പോയെന്നാണ്. അതായത് ഇപ്പൊ എന്നെ വിളിക്കുമോ, അയാളെ സ്വർഗത്തിൽ പോയല്ലോ, നരകത്തിലേക്ക് പോകുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഓരോ ചുവട് വയ്ക്കുമ്പോഴും തിരിഞ്ഞു നോക്കി. അപ്പം ചോദിച്ചു, നീ എന്തിനാണ് തിരിഞ്ഞു നോക്കുന്നത്? അപ്പം പറഞ്ഞു, ഞാൻ ഖുർആൻ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്, ദൈവം നമ്മുടെ ഹോപ്പിനെ, നമ്മുടെ ആശകളെ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെ ദൈവം കൈവിടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വരെ ഞാൻ നോക്കുകയാണ്, ലാസ്റ്റിലെങ്കിലും എനിക്ക് ആ പ്രതീക്ഷ വെക്കാമല്ലോ, ആ പ്രതീക്ഷ തകർക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. ആ ഒരൊറ്റ വാചകം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ദൈവം അവിടെ കരുണ കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും കാരുണ്യം തരുന്ന ഒരു സോഴ്സ് നമുക്കുണ്ട്. അത് ഏത് മതമായാലും സോഴ്സ് അങ്ങനെയാണ്. മതത്തിനേക്കാൾ മുകളിലാണ് ആ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒന്നല്ലേ ഉള്ളൂ, ഏത് മതമാണെങ്കിലും. അതെ, അവിടെ മതം എന്ന് പറയുന്നതിൽ, മതത്തില് നമ്മൾ അവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാത മാത്രമാണ് മതം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ശുക്ർ ഓപ്പൺ ദ ഡോർ ഓഫ് എക്സ്പാൻഷൻ. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു എക്സ്പാൻഷന് ഡോറ് നമ്മളിലേക്ക് ഓപ്പൺ ചെയ്യും. ഫാസ്റ്റിംഗ് ഇൻക്രീസസ് അവയർനെസ് ഓഫ് ബ്ലെസ്സിങ്സ്. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു ബ്ലെസ്സിങ്സിന്റെ അവയർനെസ് നമുക്ക് വളരെ കുറവാണ്. പക്ഷെ ഫാസ്റ്റിങ് നമുക്കത് തരും. ഫാസ്റ്റിങ് നമുക്ക് അത് നമ്മളിലേക്ക് തരും. നമ്മുടെ എനർജി പല തരത്തിലും നമ്മുടെ എനർജി ലീക്ക് ചെയ്തു പോകും. ആ എനർജിയെ പിടിച്ചു നിർത്താൻ ഫാസ്റ്റിങ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ 7 സ്റ്റെപ്സിലൂടെ നമ്മൾ നാളെ മുതൽ കുറച്ചുകൂടി, ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ നാളെ ഒന്നുകൂടി കുറച്ച് പേരുകൂടി കയറുമ്പോൾ എനിക്ക് ഒന്നുകൂടി ചിലപ്പോൾ ഞാൻ എന്താ പറയണ്ട, ഇത്രയും ഡീറ്റെയിൽ അല്ല, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. 7 സീക്രട്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, ശുക്ർ, എക്സ്പാൻഡിങ്, ബർക്കത്ത്, അബൻഡൻസ്. അതാണ് ഇത് 29 ദിവസങ്ങളിലായിട്ടാണ് ഇത് സെഷൻസ് ഉണ്ടാകുക. പ്രെയർ, ദുആ, സറണ്ടർ ആൻഡ് അലൈൻമെന്റ്, സൈലൻസ്, ഇന്നർ ലിസണിങ്. ഒരു 15ാമത്തെ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇന്നർ ലിസണിങ് നമ്മൾ ഇതേപോലെ പോകണമെങ്കിൽ ഭയങ്കരമായൊരു സ്പിരിച്വൽ എലിവേഷൻ നമുക്കുണ്ടാവും. മഗ്ഫിറ, ഫൊർഗീവ്നെസ്, ഇമോഷണൽ ഡീടോക്സ്, ഇമോഷണലി കംപ്ലീറ്റ് ഈ ഒരു 30 days കൊണ്ട് കംപ്ലീറ്റ് ഫൊർഗീവ്നെസ് നമ്മൾ നേടിയെടുക്കണം. ദെൻ അൺകണ്ടീഷണൽ ലവ്, റഹ്മ, ഹാർട്ട് എക്സ്പാൻഷൻ. അത് നമ്മളെടുക്കും. പ്യുവർ ഇൻറ്റൻഷൻ, നിയത്ത്, കോൺഷ്യസ് ലിവിങ്. നിയത്തിലൂടെ നമ്മളൊരു കോൺഷ്യസ് ലിവിങ് ആണ്. ചിന്തകൾ, വേർഡ്സ്, ആക്ഷൻ, 5 senses, ബോഡി, മൈൻഡ്, ഇതെല്ലാം ഇതിനകത്ത് വരും. ഇതെല്ലാം വരുന്നതാണ് നമ്മൾ ഈ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇൻറ്റൻഷൻ ചെയ്യുന്നില്ല, നാളെ നമ്മൾ ഇൻറ്റൻഷൻ എടുക്കും ഇതിൻ്റെ. ദെൻ സെൽഫ് പ്യൂരിഫിക്കേഷൻ, മൈൻഡ്, ബോഡി, സോൾ ക്ലെൻസിങ് കംപ്ലീറ്റ്. അപ്പം ഇതാണ് നമ്മൾ ഇത്രയും ദാറ്റ് മീൻസ് ഈ ഒരു 29 ദിവസം കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരെയാണ് ഞാൻ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ഈ സമയമാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് പറയുന്നത്? അപ്പൊ ഇവിടെ 2:30 ഈ സമയമാണ് നല്ലതായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പൊ നാളെ കുറച്ച് പുതിയ ആൾക്കാരോട് വരും. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഇട്ടിട്ടില്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. നാളെ കുറച്ച് കൂടുതൽ ആൾക്കാർ വരുമായിരിക്കും. അപ്പൊ നമുക്ക് നാളെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ റംസാൻ എന്നുള്ളത് ഒരു പട്ടിണി കിടക്കുന്ന അവസ്ഥ മാത്രമായി മാറുകയാണ് പലരുടെയും കേസിൽ. പക്ഷെ ആ ഇന്നർ പ്യൂരിഫിക്കേഷൻ കൂടി നടക്കുകയാണെങ്കിൽ അതിന് 100% റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. 100% റിസൾട്ട് കിട്ടും. കാരണം 29 days 29 ഏരിയ ആണ് നമ്മൾ
കണക്ട് ചെയ്യുന്നത്. സോ ആ 29 ഡേയ്സ് കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ എലിവേറ്റഡ് ആകും. അപ്പോൾ നിങ്ങൾക്ക് മാം എല്ലാ വർഷവും ഇത് ചെയ്യുന്നതാണോ അതോ ഫസ്റ്റ് ടൈം ആണോ? ടൈമാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നേരത്തെ കൺഗ്രാചുലേഷൻസ് മാം. താങ്ക് യു എന്റെ സോ മച്ച്. ബ്ലെസ്സിങ്സ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കട്ടെ എല്ലാവർക്കും, പ- ഫാമിലിക്കും എല്ലാവർക്കും. പടച്ചോൻ അതിന്റെ ബർക്കത്ത് തീർച്ചയായിട്ടും തരട്ടെ. മാമിന് അതെ, തരും. നോമ്പോട് കൂടി മാം എടുക്കുന്നതാ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇത് ഞാൻ നേരത്തെയൊക്കെ ചെയ്യും. എൻ്റെ ഒരു ക്ലോസ് ടു ഗ്രൂപ്പിനൊക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഈ ആയത്ത് ഓതുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓതൂ, ഇങ്ങനെ നിസ്കരിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് അതൊരു ഓൺലൈൻ സെഷനിലേക്കാക്കി മാറ്റി. ഇതിലൊരു സൈക്കോളജിക്കൽ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്പിരിച്വൽ ലൈൻ, ഒരു സൈക്കോളജിക്കൽ ലൈൻ, അതിനോടൊപ്പം തന്നെ ഒരു ഒരു സയൻസും, ഇതിനകത്ത് സയൻസും കൂടെ ഞാൻ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് 100% കൺവിൻസിങ് ആവുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വൈ ദിസ് ഹാപ്പൻ എന്ന് നിങ്ങൾക്ക് തന്നെ ചോദിക്കും. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഇതുവരെ എനിക്ക് ഫലിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം നോമ്പ് പിടിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ള റിപ്ലൈ ലഭിക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങൾ കാരണം ഒരാളുടെ ലൈഫ് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചോളൂ, ധൈര്യമായിട്ട്. ഷെയർ ചെയ്യല്ലേ? മാമും അതിലൊരു നിയത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നടക്കട്ടെ. ഉറപ്പായിട്ടും. എനിക്ക് ഒറ്റ കാര്യം, ഓഫ്കോഴ്സ് കുറേ പേരുടെ മനസ്സും ഹൃദയവും ആത്മാവും ശുദ്ധീകരിക്കണം. അവര് യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥ ജീവിതം മീനിങ് ഫുൾ ആയിട്ട് ലീവ് ചെയ്യണം. കാരണം അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഖുറാൻ വായിക്കുവാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. എക്സാക്ട്ലി. ആക്ച്വലി നമ്മൾ ഓരോരുത്തരിലും ഈ പർപ്പസ് ഉണ്ട് മാം, അല്ലേ? പക്ഷെ അത് ചെയ്യുന്നില്ല നമ്മളത്. ഈ മെസ്സേജ് എത്തിക്കാന്നുള്ളൊരു പർപ്പസ് ഉണ്ട്. അതെ അതെ, തീർച്ചയായും. അതെന്താന്ന് അറിയാം, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. കാരണം നമ്മള് നമുക്ക് നോമ്പ് പിടിക്കുന്നു, ഇല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിലൊരു ഫിയർ കൊണ്ടാണ് നോമ്പ് പിടിക്കുന്നത്. അയ്യോ, നോമ്പ് പിടിച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ, ഞാൻ ശീലിച്ചു പോയല്ലോ, ഞാൻ അത് തെറ്റാണല്ലോ, എനിക്ക് പാവം കിട്ടിയാലോ, ഇങ്ങനത്തെ ഒരു ഫിയർ അല്ല വേണ്ടത്. സൊസൈറ്റി, അതെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനത്തെ തോട്ട്സ് അതല്ല വേണ്ടത്. നോമ്പെന്ന് പറയുന്നത് നമ്മള് പടച്ചോന് മാത്രമുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ആ സമയത്ത് ഏറ്റവും നല്ലൊരു ടൈമാണ് ആ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും നല്ല സമയമാണ്. അത് വെറുതെ വേസ്റ്റ് ആക്കി നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്? ഞാൻ മാം കഴിഞ്ഞ വർഷം ഈ ഒരു സമയമായപ്പോൾ 1 lakh ടൈംസ് മാം പറഞ്ഞ ആ പ്രയർ ഞാൻ ചെയ്തിരുന്നു. നന്നായി. സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും കിട്ടിയെന്നുള്ളതാണ്. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ഈ ആദ്യത്തെ 10 ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം പ്യൂരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ സോഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ലഭിക്കും. ലൈഫ് 100%. ജേർണിയിൽ വന്നത് തന്നെ ആ പേജിൽ തെളിഞ്ഞു വന്ന് ലൈഫ് കോച്ചിന്റെ പിക്ചർ കൊണ്ടാണ്. അപ്പൊ ശരിക്കും അത് കേട്ടിട്ടുണ്ട്. ആദ്യത്തെ 10 എന്ന് പറയുന്ന റഹ്മത്തിന്റെ 10ആണ്, കമ്പാഷൻ 10ആണ്, കാരുണ്യത്തിന്. അതായത് തമ്പുരാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കേണ്ടെന്ന്, തമ്പുരാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം, അതാണ് ആ റഹ്മത്തിന്റെ 10. അതുകൊണ്ട് ആ 10 നമ്മൾ ഏറ്റവും നന്നായിട്ട് അത് ഡേ 1 തൊട്ട് നമ്മൾ ആ ഒരു ഡെഡിക്കേഷനിലും നീയത്തിലുമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും, ഉറപ്പായിട്ടും ലഭിക്കും. അപ്പൊ അങ്ങനെ ആകട്ടെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചോളൂ. നിങ്ങൾ കൊടുക്കുന്ന ഒരു റംസാൻ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് ലഭിക്കട്ടെ. അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 45 മിനിറ്റ്സ് നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ആ 45 മിനിറ്റ്സ് സമയം മാത്രം അവരെ സ്പെൻഡ് ചെയ്താൽ മതി, വേറൊന്നും അവരെ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. 45 മിനിറ്റ് അത്രമാത്രം. ലൈഫ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ബോണസ് ആണ്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ ഒരു റിഫ്ലക്ഷൻ 100%. കാരണം ഭയങ്കര ഡെപ്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും, ഇന്നർ ജേണിയിലേക്ക് പോകാൻ പറ്റും. നമ്മൾ നോർമലി പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. 21 ഡേയ്സ് ആ ഒരു സാധനം വെച്ചുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക്. മാം ഈ പറയുമ്പോൾ ഉള്ളൊരു ഞങ്ങളുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ ഉസ്താദ്മാരിത് പറഞ്ഞു കുറെ കേട്ടിട്ടുണ്ട്, നമ്മള് മുയിലക്കന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവര് സ്പിരിച്വൽ പ്ലെയിനിൽ മാത്രമേ പറയുള്ളൂ. പക്ഷെ മാം അങ്ങനെയല്ല, അതിന് സ്പിരിച്വാലിറ്റീന് സയൻസും മാനിഫെസ്റ്റേഷനും
ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ന്യൂറൽ നെറ്റ്, ന്യൂറോ സയൻസ്, എല്ലാം ചേർത്ത് കാരണം അത് ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അതെ നമ്മൾ എങ്ങനെ അത് വരുന്നു നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ക്ലാരിറ്റി വരുന്നത്. 100% ക്ലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതെ, അതെ. എന്തിനു നമ്മളൊരു സ്പിരിച്വൽ ആകണം അല്ലെങ്കിൽ എന്തിനും, ഇത് ഞാൻ മതത്തിന് മുകളിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. മതത്തിന് മുകളിൽ, മതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാത്ത്, ഇറ്റ്സ് എ ടൂൾ, ഇറ്റ്സ് എ വെഹിക്കിൾ, അല്ലെങ്കിൽ ഇറ്റ്സ് എ എന്താ പറയുക, നമ്മൾ അങ്ങനെ ശരിക്കും മാത്രമേ ഇക്യൂവും എസ്ക്യൂ എല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും അല്ലേ മാം? ഇമോഷണൽ കോഷ്യന്റ് ആൻഡ് സ്പിരിച്വൽ വളരെ കോഷ്യന്റ്. വളരെ വളരെ കാര്യം എന്താണെന്നറിയാ, ഇതിനകത്ത് വേറൊരു സൈഡ് എന്ന് പറയുന്നത് ഹൈലി ഫ്രജൈൽ ആണ് നമ്മൾ മതവുമായിട്ടുള്ള നമ്മുടെ റിലേഷനും മനസ്സും. അതെ. കാരണം വളരെ സൈക്കോളജിയാണ് ഇനി ഞാൻ പറയുന്നത്. വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ മതം നമ്മളെ അങ്ങനെയാണ് വീട്ടുകാരും സമൂഹവും മതവും ഒക്കെ നമ്മൾ മതത്തെക്കുറിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതാണ്. എല്ലാവരുടെയും മൈൻഡിൽ റെസ്ട്രിക്ഷൻസ് ആണ് മതം എന്ന് പറയുമ്പോൾ തന്നെ അതെ വരുന്നത്. അതെ, പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ, അതൊരു ഫ്രീഡമാണ്. ഈ ലിബറേഷൻ ആണ്. കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ലിബറേഷനാണ്. സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ലവ് ആണ്. സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അബൻഡൻസ് ആണ്, പ്യൂരിഫിക്കേഷൻ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടുന്നത് മനുഷ്യൻ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധവും നടക്കില്ല. അത് ആ ഒരു ഇന്നർ ജേണി ആണ് നമ്മൾ ഈ 29 ഡേയ്സ് നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. 45 മിനിറ്റ്സ് ആണ് നമ്മൾക്ക് ഈ ജേണിയിലുള്ളത്. അത് നാളെ ഇതേ സമയം നമുക്ക് മാക്സിമം ആൾക്കാരെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കത് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അത് പല പ്രാവശ്യം പറയാം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. അത് പറയുന്നുണ്ട്. വലൈക്കും അസ്സലാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.